ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നല്ലൊരു പായസമാണെന്നുള്ളത്. ഈ പായസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ രീതിയിലുള്ള പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള കുറുകിയ രീതിയിലുള്ള പായസമാണ്. കുടിക്കാൻ പാകത്തിലുള്ള കുറുകിയുള്ളൂ കേട്ടോ. ഒരുപാട് കുറുകി തിക്കായി പോയിട്ടുള്ള പായസമല്ല, പക്ഷെ നമുക്ക് കുടിക്കാൻ നല്ല കറക്റ്റ് പാകമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള സേമിയ പായസം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ ചൗവരി എടുത്തിട്ടുണ്ട്. ചൗവരി ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. അപ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. കാഷ്യൂനട്ടിൻ്റെ റൈസിൻസിൻ്റെ അളവ് പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ അളവ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്ത് മാറ്റിയിട്ട് അതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാനും കൂടെ ആവശ്യമായിട്ടുള്ള നെയ്യ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാതെ അങ്ങോട്ട് മാറിപ്പോവണ്ട. പിന്നെ നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കയാണ്. ഏലക്ക പൊടിച്ചതല്ല കേട്ടോ ചേർക്കുന്നത്, മുഴുവനായിട്ടുള്ള ഏലക്കയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസിൻസും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് സേമിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നെയ്യിൽ ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ പായസത്തിൽ പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കുമ്പോൾ നെയ്യിൽ ഒന്നുകൂടി സേമിയ റോസ്റ്റ് ചെയ്തെടുത്താലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ റോസ്റ്റഡ് സേമിയ വാങ്ങിച്ചാലും അൺറോസ്റ്റഡ് സേമിയ വാങ്ങിച്ചാലും നമ്മൾ ഒന്നുകൂടി നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ റോസ്റ്റഡ് സേമിയ അല്ല വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ റൈസിൻസൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ നമ്മൾ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സേമിയയും കൂടി ഒന്ന് കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആയി പോരുത്, അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളർ മാറിപ്പോവും. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ പാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകും. നമ്മൾ തിളപ്പിച്ച പാലൊന്നല്ല ചേർക്കുന്നത്, ഇതിലേക്ക് ഡയറക്റ്റ് തിളപ്പിക്കാത്ത പാൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പാത്രത്തിലായിരിക്കണം നമ്മൾ. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്ത പാത്രത്തിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സേമിയയുടെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും പാൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സേമിയ ഒന്ന് കട്ട പിടിച്ച് വരും കേട്ടോ. അത് നമ്മൾ ഇളക്കി വരുമ്പോൾ ലൂസ് ആയിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലിൽ മാത്രമല്ല പായസം വേവിച്ചെടുക്കുന്നത്, കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് ഒന്ന് കുറുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് പാല് കട്ടിയായി പോവാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാണ്. 1 കപ്പ് പഞ്ചസാര. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6 ഏലക്കയുടെ കുരു മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, തൊലി മാറ്റിയിട്ട് ആ ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം മാത്രം ചൗവരി ചേർക്കുക. നിങ്ങൾ ചൗവരി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷം മാത്രം ചൗവരി ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ചൗവരി ചേർത്ത് കൊടുക്കാം.
ചൗരി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 8 മിനിറ്റ് മതി. ചെറിയ ബർണറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിലുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി തുടങ്ങും. അത്രയും സമയം വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് ചൗരിയൊക്കെ കുക്കായി സേമിയൊക്കെ കുക്കായി പാലൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചൗരിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. അത്രയും സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം എന്താ നന്നായിട്ട് തിളച്ച് നമ്മുടെ ചൗരിയും സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പാൽപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ ഇളക്കി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ കുറച്ച് ലൂസായി വരും പായസം. ഇനി ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇപ്പോൾ ലൂസാണ്. ഇനി വീണ്ടും നന്നായിട്ട് തിളച്ച് ഒന്നുകൂടി കുറുകി വരും. ഇനി നിങ്ങൾ മധുരം തിളച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ആവശ്യമാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ആവശ്യമില്ലെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ നല്ല മധുരം ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നല്ല മധുരം വേണോ ചെറിയ മധുരം വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ മിൽക്ക് മെയ്ഡോ അതുപോലെ തന്നെ വേറെ വാനില എസൻസോ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 തിളയും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയാവും. ചൗരിയൊക്കെ നന്നായിട്ട് കുക്കായി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചൗരിയൊക്കെ ചേർത്ത് ഇതുപോലെ നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പായസം ഉണ്ടാക്കി നോക്കൂ. ഒറ്റ പാനിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തീർക്കാം. വേറെ പാത്രങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ സൺഡേ ആണെങ്കിലും ദീപാവലിക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ദീപാവലി വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇതുപോലൊരു പായസത്തിൻ്റെ റെസിപ്പി ചെയ്തത്. ദീപാവലിക്ക് പല രീതിയിലുള്ള സ്വീറ്റ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പായസം അധികം ദീപാവലിക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ഈ പ്രാവശ്യം ദീപാവലിക്ക് ഇതുപോലൊരു പായസവും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തു. നമ്മൾ സാധാരണ ലഡുവും ജിലേബിയൊക്കെയാണ് ദീപാവലി, മൈസൂർ പാവ് അതൊക്കെയാണ് നമ്മുടെ ദീപാവലി സ്വീറ്റ്സിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ദീപാവലിക്കും കൂടി ഉൾപ്പെടുത്താവുന്ന റെസിപ്പിയാണ് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ കണ്ടോ പായസം തിളച്ച് തുടങ്ങി. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഒരുപാട് നെയ്യൊന്നും വേണ്ട. കുറച്ച് നെയ്യ് ഞാൻ ആദ്യം എടുത്ത ആ ഒരു നെയ്യിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് 1/2 ലിറ്റർ പാലിൽ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തതിൻ്റെ എല്ലാ അളവുകളും പകുതിയായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. വെള്ളത്തിൻ്റെ അളവ് മാത്രം വ്യത്യാസം വരുത്തുക. 1/2 കപ്പ് വെള്ളം ചേർക്കുക. അപ്പോൾ ആ പായസം നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറയ്ക്കട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ 1/4 കപ്പ് വെള്ളമാണ് ശരിക്കും പകുതി വരേണ്ടത്. പക്ഷെ അത്രയും വെള്ളം വേണ്ട. നമ്മൾ 1/2 ലിറ്റർ പായസത്തിൽ 1/2 ലിറ്റർ പാലിൽ ചെയ്യുമ്പോൾ 1/2 കപ്പ് വെള്ളം മതി. അതെന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ അളവിൽ വെള്ളം കൂടി പോവാതിരിക്കാനാണ് വെള്ളം കുറച്ച് ചേർക്കാൻ പറഞ്ഞത്. 1 ലിറ്റർ പായസത്തിനാണ് 1.5 കപ്പ് വെള്ളം വേണ്ടത്. 1 ലിറ്റർ പാലിനാണ് 1.5 കപ്പ് വെള്ളം വേണ്ടത്. 1/2 ലിറ്റർ പാലിന് 1/4 കപ്പ് വെള്ളം വേണ്ട. 1/2 കപ്പ് വെള്ളം മതി. കൺഫ്യൂഷൻ ആക്കുന്നില്ല. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് വെള്ളം. 1 ലിറ്റർ പാലാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. അതാണ് വെള്ളത്തിൻ്റെ മാത്രം അളവിൽ വ്യത്യാസമുള്ളത്. ബാക്കിയുള്ളതെല്ലാം നേർ പകുതി അളവെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പായസം കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്ന് മധുരം ടേസ്റ്റ് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി ഇതിലേക്ക് കാഷ്നട്ടും റൈസൻസും ഒക്കെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂടോടുകൂടിയും സെർവ് ചെയ്യാം, തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ചൂട് മാറി നന്നായിട്ട് തണുപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് സെർവ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം വേണ്ടി വരും. തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെസേർട്ട്സിനൊക്കെ മധുരം കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് മധുരം കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇല്ല ഇളം ചൂടിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മധുരം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.